നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സസ്നേഹം സാദരം സ്വാഗതം. ഇന്ന് തിരക്കഥയുടെ രീതിശാസ്ത്രം ചർച്ച ചെയ്യുന്നത് 1969 ഡിസംബർ മാസം 25 പുറത്തിറങ്ങിയ കുമാരസംഭവം എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയുടെ കഥയാണ്. മെർലാൻ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയത് പ്രശസ്തനായ നാഗവള്ളി RS കുറുപ്പാണ്. 1969 പുറത്തിറങ്ങിയ ഭക്തകുചേലയും ശ്രീരാമ പട്ടാഭിഷേകത്തിനും ശേഷം പി സുബ്രഹ്മണ്യം ആത്മീയതയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചിത്രമാണ് കുമാരസംഭവം. കുമാരസംഭവത്തിൻ്റെ തിരക്കഥയ്ക്കും കഥയ്ക്കും സിനിമയ്ക്കുമൊക്കെ ഒരുപാട് അനുഭവ കഥകൾ പറയാനുണ്ട്. ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഉറങ്ങാത്ത സുന്ദരി എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന കാലം. അന്ന് ഒരു ദിവസം രാത്രി വളരെ വൈകിയാണ് പി സുബ്രഹ്മണ്യം ഉറങ്ങാൻ കിടന്നത്. ഉറക്കത്തിലെപ്പോഴോ അദ്ദേഹം ഞെട്ടി ഉണർന്നു. വളരെ ദിവ്യത്വമുള്ള ഒരു ബാലനെയാണ് ആ സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടത്. ആ ബാലൻ്റെ കയ്യിൽ ഒരു ശൂലമുണ്ടായിരുന്നു. ആ ശൂലവുമായി ബാലൻ പി സുബ്രഹ്മണ്യത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിറഞ്ഞ് ചിരിച്ച് സന്തോഷപൂർവ്വം അങ്ങനെ നിൽക്കുന്നു. ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. അദ്ദേഹം പൂജാമുറിയിലേക്ക് ഓടി. പൂജാമുറിയിൽ ചെന്ന് ഭഗവാനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുരുക ഭഗവാനെ മനസ്സിരുത്തി ധ്യാനിച്ച് അദ്ദേഹം അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഉറങ്ങാൻ തോന്നിയില്ല. നേരം ഏതാണ്ട് പുലർച്ചെയാകാറായപ്പോൾ ഡ്രൈവറെ അദ്ദേഹം വിളിച്ചു നിർത്തി. ഡ്രൈവറോട് തനിക്ക് കുമാരകോവിൽ വരെ പോകണം എന്നാവശ്യപ്പെട്ടു. പിന്നീട് ആ യാത്രയായിരുന്നു തിരുവനന്തപുരത്തെ നേമത്തു നിന്നും നാഗർകോവിലിനടുത്തുള്ള കുമാരകോവിലേക്കുള്ള യാത്ര. പുലർച്ചെ ആ യാത്രയിൽ മുഴുവൻ ആ സ്വപ്നമാണ് മെർലാൻ സുബ്രഹ്മണ്യത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. കുമാരസ്വാമിയാണ് കുമാരകോവിലുള്ളത്. കുമാരസ്വാമിയെ ചെന്ന് കണ്ട് നിറഞ്ഞു തൊഴുത് അദ്ദേഹം സന്തോഷപൂർവ്വം തിരികെ മെർലാൻഡിലെത്തി. ഉടനെ തന്നെ നാഗവള്ളി RS കുറുപ്പിനെ അദ്ദേഹം ആളയച്ചു വരുത്തി. നാഗവള്ളി RS കുറുപ്പുമായി അദ്ദേഹം ഇരുന്ന ശേഷം വളരെ ഗൗരവമായ രീതിയിൽ മെർലാൻ സുബ്രഹ്മണ്യം തൻ്റെ ആവശ്യം നാഗവള്ളി RS കുറുപ്പിനോട് പറഞ്ഞു. തനിക്ക് മുരുകൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിനിമ എടുക്കണം. അതിനു മുമ്പ് ഭക്തകുചേല, ശ്രീരാമ പട്ടാഭിഷേകം എന്നീ 2 ചിത്രങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. മുരുക ഭഗവാന്റെ അടിയുറച്ച വിശ്വാസിയായ താൻ ഇത്രയും കാലം അങ്ങനെ ഒരു ചിത്രം സംവിധാനം ചെയ്യാത്തതിൽ മുരുകൻ എന്തോ ദേഷ്യമുണ്ടെന്ന് അദ്ദേഹം നാഗവള്ളി RS കുറുപ്പിനോട് പറഞ്ഞു. നാഗവള്ളിയാകട്ടെ ആത്മീയ ചിത്രങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള തിരക്കഥകൾക്ക് പേരുകേട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒട്ടുമുക്കാൽ സംഭവങ്ങളും ആത്മീയ സംഭവങ്ങളും മനഃപ്പാഠമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: മുരുകനെക്കുറിച്ച് മാത്രം സിനിമ എടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പിതാവായ ശിവനെയും മാതാവായ പാർവതിയെയും കൂടി അതിൽ കഥാപാത്രമാക്കിയാൽ മാത്രമേ സിനിമയുടെ നമ്മുടെ ഉദ്ദേശം പൂർണ്ണമാവുകയുള്ളൂ. അതെല്ലാം കുറുപ്പിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് പി സുബ്രഹ്മണ്യം വിട്ടുകൊടുത്തു. 1951 തിരുവനന്തപുരത്തെ മെർലാൻ സ്റ്റുഡിയോ തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യ ചിത്രം മുരുകൻ്റെ കഥയെ അടിസ്ഥാനമാക്കിയിരിക്കണം എന്ന് പി സുബ്രഹ്മണ്യം തീരുമാനിച്ചിരുന്നു. എന്നാൽ പലവിധ കാരണങ്ങളാൽ ആ ചിത്രം നടന്നില്ല. പി സുബ്രഹ്മണ്യം മുരുകൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്തനാണ്. അദ്ദേഹത്തിന് സുബ്രഹ്മണ്യം എന്ന് പേര് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ പിതാവായ പത്മനാഭപിള്ള മകൻ്റെ മുരുക പ്രണയം കണ്ട് ഇട്ടതാണ്. വാട്ടർ ബസ്സിൽ ഉദ്യോഗസ്ഥനായാണ് തിരുവനന്തപുരത്ത് പി സുബ്രഹ്മണ്യം എത്തിച്ചേരുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ നാഗർകോവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വദേശം. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായി ജോലിയിൽ കയറി. അതിനുശേഷമാണ് അദ്ദേഹം ആ ജോലിയെല്ലാം ഉപേക്ഷിച്ച് മീനാക്ഷി എന്ന യുവതിയെ കല്യാണം കഴിച്ച് തിരുവനന്തപുരത്ത് മോട്ടോർ വെഹിക്കിൾ സർവീസ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് സിനിമയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം വരുന്നത്. ഇതിനു മുമ്പ് തുടർച്ചയായി 2 കൊല്ലം 2 ടേം അദ്ദേഹം തിരുവനന്തപുരത്തെ മേയറായും പ്രവർത്തിച്ചിട്ടുണ്ട്. പൊതുജന സേവന രംഗത്തും പി സുബ്രഹ്മണ്യത്തിൻ്റെ പേര് അടിയുറച്ചതായി തിരുവനന്തപുരത്തുകാർ ഇന്നും കരുതുന്നു. കാളിദാസൻ്റെ കുമാരസംഭവം മഹാകാവ്യമാണ് കുമാരസംഭവം എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്ക് അടിസ്ഥാനമാക്കി നാഗവള്ളി RS കുറുപ്പ് സ്വീകരിച്ചത്. ജമിനി ഗണേശനെയാണ് ഈ ചിത്രത്തിൽ നായകനായ ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ തീരുമാനിച്ചത്. പത്മിനി പാർവതി ദേവിയെയും അവതരിപ്പിക്കുവാൻ തീരുമാനിച്ചു. കുമാരസംഭവത്തിനൊപ്പം തന്നെ ശിവപുരാണം പോലുള്ള ചില പുരാണ ഗ്രന്ഥങ്ങളും കർശനമായി തന്നെ നാഗവള്ളി RS കുറുപ്പ് പഠിച്ചു.
ഇതിൽ നിന്നെല്ലാം സ്വാംശീകരിച്ച അറിവ് കൊണ്ടാണ് കുമാരസംഭവം എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് നാഗവള്ളി RS കുറുപ്പ് പൂർത്തിയാക്കിയത്. ചിത്രത്തിൻ്റെ തിരക്കഥ അദ്ദേഹത്തെ മെർലാൻ സുബ്രഹ്മണ്യത്തെ വായിച്ചു കേൾപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയായിരുന്നു. കാരണം ആത്മീയ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതാൻ നാഗവള്ളി RS കുറുപ്പിനോടൊപ്പം പോന്ന മറ്റൊരാൾ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല മലയാളത്തിലെ ഇൻഡസ്ട്രിയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം പിന്നെയാണ് ഉണ്ടായത്. ചിത്രത്തിലെ മുരുകനെ ആരവതരിപ്പിക്കും? 300 കുട്ടികളെ പി സുബ്രഹ്മണ്യവും നാഗവള്ളി RS കുറുപ്പും മെർലാൻഡിൻ്റെ അണിയറ പ്രവർത്തകരും ഇൻ്റർവ്യൂ ചെയ്തു. പക്ഷേ ആരെയും അവർക്ക് ബോധിച്ചില്ല. കാരണം പി സുബ്രഹ്മണ്യത്തിൻ്റെ മനസ്സിൽ താൻ കണ്ട സ്വപ്നത്തിലെ ആ ബാലനെ തന്നെ ഉണ്ടായിരുന്നു. ആ ബാലനെ തന്നെ വേണം എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പി സുബ്രഹ്മണ്യത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു പെൺകുട്ടിയെക്കുറിച്ച് പി സുബ്രഹ്മണ്യത്തോട് പറഞ്ഞു. പെൺകുട്ടിയുടെ ഫോട്ടോ സുബ്രഹ്മണ്യ മുതലാളിയെ കാണിച്ചു. അദ്ദേഹത്തിന് അത് നന്നെ ബോധിച്ചു. നല്ല ദിവ്യത്വമുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ മുരുക ഭഗവാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തീർത്തും അനുയോജ്യയാണെന്ന കാര്യത്തിൽ സുബ്രഹ്മണ്യ മുതലാളിക്ക് മനസ്സിൽ ഒരു തോന്നലുണ്ടായി. അദ്ദേഹം ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടു. അങ്ങ് ദൂരെ കേരളത്തിന് പുറത്തു നിന്നും ആ പെൺകുട്ടി കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ശ്രീദേവി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ശ്രീദേവിയെ കണ്ട ഉടൻ ശ്രീദേവിയും ശ്രീദേവിയുടെ അമ്മയുമാണ് അന്ന് ആ ചിത്രത്തിൻ്റെ ലൊക്കേഷനിലെത്തിയത്. ഏതാണ്ട് 6 വയസ്സ് കാണും അന്ന് ശ്രീദേവിക്ക്. ശ്രീദേവിയെ കണ്ട ഉടനെ തന്നെ സുബ്രഹ്മണ്യ മുതലാളിക്ക് ബോധിച്ചു. എന്നിട്ട് ഒന്ന് അഭിനയിപ്പിച്ച് നോക്കി. ആദ്യ ടേക്കിൽ തന്നെ അത് ഓക്കെയായി. ഈ കുട്ടി മതി മുരുകനായി അഭിനയിക്കുന്നത് എന്ന കാര്യത്തിൽ സുബ്രഹ്മണ്യ മുതലാളി അങ്ങനെ തീരുമാനമെടുത്തു. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇന്ത്യൻ സിനിമയിലെ മുടിചൂടാമന്നയായ ശ്രീദേവിയാണ് കുമാരസംഭവത്തിലെ മുരുകനായി വേഷമിട്ടത്. എത്ര അനായാസമായാണ് ശ്രീദേവി ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. അതിനു മുമ്പ് ശിവാജി ഗണേശനോടൊത്ത് കണ്ടേൽ കരുണേ എന്ന ചിത്രത്തിൽ ശ്രീദേവി ബാലവേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടയിൽ MGRനോടൊപ്പം നാം നാട് എന്ന ചിത്രത്തിലേക്കും ശ്രീദേവി കരാറായി. വിദ്യാമ്മ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീവിദ്യ, ഈ ചിത്രത്തിൽ ഒരു നർത്തകിയായി അഭിനയിച്ചിട്ടുണ്ട്. അക്കാലത്ത് ശ്രീവിദ്യ എന്ന പേരല്ല വിദ്യാമ്മയ്ക്കുണ്ടായിരുന്നത്. വിദ്യ എന്നാണ് അവരെ എല്ലാവരും വിളിച്ചിരുന്നത്. ഗംഗ എന്ന പ്രശസ്തനായ കലാസംവിധായകനാണ് ഈ ചിത്രത്തിൻ്റെ ആർട്ട് ഡയറക്ടർ. വളരെ നമുക്ക് എടുത്തു പറയേണ്ട പേരാണ് തമിഴിലെ പ്രശസ്തനായ ഗംഗ എന്ന കലാസംവിധായകൻ്റേത്. കാരണം ഈ ചിത്രത്തിൽ ഒരുപാട് കൊട്ടാരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരേ ഒരു കൊട്ടാരം മാത്രമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഗംഗ നിർമ്മിച്ചത്. ബാക്കിയെല്ലാം ഗ്ലാസ് പെയിൻറ്റിങ്ങുകളായിരുന്നു. ഹിമവൽ പർവ്വതം നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ഒരു ഘട്ടത്തിലും ഹിമവൽ പർവ്വതത്തെക്കുറിച്ചോ അവിടെ ഒരു ഷൂട്ടിങ്ങോ ഈ ചിത്രത്തിന് വേണ്ടി നടത്തിയിട്ടില്ല. അത് തീർത്തും ഗംഗയുണ്ടാക്കിയ ഒരു ഗ്ലാസ് പെയിൻറ്റിംഗ് ആയിരുന്നു. ഇങ്ങനെ മെർലാൻ സുബ്രഹ്മണ്യത്തിൻ്റെ പ്ലാനിങ്ങിനനുസരിച്ചാണ് ഈ ചിത്രം മുന്നോട്ട് പോയത്. വളരെ കണിശക്കാരനും പണത്തിൻ്റെ കാര്യത്തിൽ അതീവ സൂക്ഷ്മതയും മെർലാൻ സുബ്രഹ്മണ്യത്തിനുണ്ടായിരുന്നു. കുമാരസംഭവം എന്ന സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ, ഈ ചിത്രത്തിൻ്റെ തിരക്കഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇതിലെ ഗാനങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുകയില്ല. ONV കുറുപ്പാണ് ഈ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതിയത്. ബാലമുരളി എന്ന പേരിലാണ് അദ്ദേഹം ഗാനങ്ങൾ രചിച്ചത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന, ഒരു കോളേജ് പ്രൊഫസറായിരുന്ന ONV കുറുപ്പിന് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ എഴുതാൻ കഴിയാതെ വന്നു. അങ്ങനെയാണ് ബാലമുരളി എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത്. യേശുദാസും മാധുരിയുമൊക്കെ പാടിയ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗാനങ്ങളാണല്ലോ ഈ ചിത്രത്തിലുള്ളത്. അക്കാലത്ത് ONV കുറുപ്പിൻ്റെ വരികൾ ദേവരാജ മാസ്റ്റർ തന്നെ സംഗീതം ചെയ്യണമെന്ന കാര്യത്തിൽ സുബ്രഹ്മണ്യ മുതലാളിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും ONV കുറുപ്പിൻ്റെ വരികൾ ദേവരാജ മാസ്റ്റർ സംഗീതം ചെയ്തിരുന്നില്ല. കാരണം വയലാറിൻ്റെ വരികളാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നത്. സുബ്രഹ്മണ്യ മുതലാളി ദേവരാജ മാസ്റ്ററോട് സംസാരിച്ചു. അദ്ദേഹത്തോട് തൻ്റെ ONV കുറുപ്പിൻ്റെ വരികൾക്ക് ഈണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ദേവരാജ മാസ്റ്റർ തയ്യാറായില്ല. ഒടുവിൽ വയലാറിനെ കൊണ്ട് 4 ഗാനങ്ങൾ കൂടി പി സുബ്രഹ്മണ്യം എഴുതിച്ചു. എന്നിട്ട് എല്ലാ ഗാനങ്ങളും ചിട്ടപ്പെടുത്താൻ, സംഗീതം നൽകാൻ ദേവരാജ മാസ്റ്ററെ ഏൽപ്പിച്ചു. പക്ഷേ ദേവരാജ മാസ്റ്റർ അറിഞ്ഞു ഇതിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണെന്ന്. അങ്ങനെ അദ്ദേഹം വിസമ്മതിച്ചു. എന്നാൽ പി സുബ്രഹ്മണ്യം മുതലാളി എന്ന തലയെടുപ്പുള്ള മലയാളത്തിലെ നിർമ്മാതാവും സംവിധായകൻ്റെയും വാക്കുകൾ നിരസിക്കാൻ ദേവരാജ മാസ്റ്റർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് മലയാളത്തിലെ വളരെ പ്രശസ്തമായ, മലയാളികൾ എന്നും അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ മനോഹര ഗാനങ്ങൾ പിറന്നു വീണത്. നാഗവള്ളി RS കുറുപ്പിൻ്റെ തിരക്കഥയുടെ മനോഹാരിത പോലെ തന്നെയാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങളുടെ മനോഹാരിതയും. മെർലാൻഡിലാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. U രാജഗോപാലാണ് ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത്.
എല്ലാവർക്കും അറിയുന്നത് പോലെ പി സുബ്രഹ്മണ്യം മുതലാളി ആരുടെയും അടുത്ത് പോകുന്ന ഒരാളല്ല. ആർക്ക് അദ്ദേഹത്തെ കാണണമെങ്കിലും അവർ മെർലാൻഡിൽ വരണം. അതായിരുന്നു അക്കാലത്തെ കീഴ്വഴക്കം. ആലപ്പുഴയിലെ ഉദയ പോലെ തിരുവനന്തപുരത്തെ മെർലാൻഡും മലയാള സിനിമയിൽ ഉദയസൂര്യനെ പോലെ ജ്വലിച്ചു നിന്ന കാലമായിരുന്നല്ലോ അത്. ജമിനി ഗണേശനെ സംബന്ധിച്ചിടത്തോളം മലയാളം തീർത്തും അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് നാഗവള്ളി RS കുറുപ്പ് തമിഴിൽ ഡയലോഗ് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ജമിനി ഗണേശൻ ആ ഡയലോഗെല്ലാം എഴുതിയെടുക്കും. പിറ്റേന്നത്തെ ഷൂട്ടിങ്ങിലുള്ള ഡയലോഗുകൾ രാത്രി ഉറക്കം കഴിഞ്ഞിരുന്ന് ജമിനി ഗണേശൻ കാണാതെ പഠിക്കും. പിറ്റേന്ന് ഷൂട്ടിങ്ങിന് വന്നിട്ട് അദ്ദേഹം തമിഴിൽ പഠിച്ച ആ ഡയലോഗ് മലയാളത്തിൽ പറയും. ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും ജമിനി ഗണേശൻ്റെ അഭിനയം കൊണ്ട് അതെല്ലാം ഓവർകം ചെയ്തു എന്ന് പറയാം. ശ്രീദേവിക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. ശ്രീദേവിക്ക് മലയാളം അറിയുമായിരുന്നില്ല. അവരുടെ അമ്മ ഇതെല്ലാം തമിഴിൽ കേട്ട് മനസ്സിലാക്കി മകളെ കൊണ്ട് തലേ രാത്രി കാണാതെ പഠിപ്പിക്കും. എന്നിട്ട് പിറ്റേന്ന് ലൊക്കേഷനിൽ വരും. വളരെ ഭംഗിയായി തന്നെ അവർ ശ്രീദേവി എന്ന ചെറിയ കുട്ടി, 6 വയസ്സുള്ള കുട്ടിയാണെന്ന് ഓർക്കണം, അവരുടെ ഡയലോഗുകൾ പറയും. അങ്ങനെ രസകരമായിരുന്നു അക്കാലത്തെ ഷൂട്ടിംഗ് എന്ന് പിൽക്കാലത്ത് നാഗവള്ളി RS കുറുപ്പ് പറഞ്ഞിട്ടുണ്ട്. 1970 കേരള സർക്കാർ സംസ്ഥാന അവാർഡ് ഏർപ്പെടുത്തിയത്. 69 കുമാരസംഭവം സെൻസർ ചെയ്തത്. 70 മലയാളത്തിലെ ആദ്യത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം, ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കുമാരസംഭവത്തിനാണ്. ഇത് ചില വിവാദങ്ങൾക്കൊക്കെ കാരണമായെങ്കിലും പി സുബ്രഹ്മണ്യത്തിന് തലയെടുപ്പിന് മുമ്പിൽ അതെല്ലാം നിഷ്പ്രഭമായെന്ന് പറയാം. അങ്ങനെ കുമാരസംഭവം എന്ന ചിത്രം സൂപ്പർ ഹിറ്റാവുക മാത്രമല്ല, കലാപരമായി മികച്ച സംസ്ഥാന അവാർഡ് നേടിയെടുക്കുകയും ചെയ്തു. ശ്രീദേവി എന്ന താരത്തിൻ്റെ പിറവിയായിരുന്നു കുമാരസംഭവം എന്ന സിനിമ. തിക്കുറിശ്ശി സുകുമാരൻ നായരും കൊട്ടാരക്കര ശ്രീധരൻ നായരും ആറന്മുള പൊന്നമ്മയും ഒക്കെ തകർത്തഭിനയിച്ച ചിത്രം കൂടിയാണ് ഇത്. പി സുബ്രഹ്മണ്യത്തിൻ്റെ സ്ഥിരമായ അദ്ദേഹത്തിൻ്റെ നിലപാട് തറയിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാത്ത ഒരു ചിത്രം തന്നെയായിരുന്നു കുമാരസംഭവം. പുരാണ ചിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ പുരാണ ചിത്രം, സാമൂഹിക ചിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ സാമൂഹിക ചിത്രം, ഇതായിരുന്നു പി സുബ്രഹ്മണ്യത്തിൻ്റെ നിലപാട് തറ. അതിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെയാണ് അദ്ദേഹം ചിത്രത്തിൻ്റെ തിരക്കഥയും ചിത്രത്തിൻ്റെ സംവിധാനവും തിരക്കഥയും അതിൻ്റെ നിർമ്മാണവും ഒക്കെ പൂർത്തിയാക്കിയത്. നിലവാരം കുറഞ്ഞ ഒരൊറ്റ രംഗം പോലും ഈ ചിത്രത്തിൽ ഉണ്ടാവരുത് എന്ന കാര്യത്തിലും പി സുബ്രഹ്മണ്യത്തിന് നിർബന്ധമുണ്ടായിരുന്നു. എല്ലാ ശിവരാത്രി കാലത്തും, ഇപ്പോഴിതാ ഒരു ശിവരാത്രി കഴിഞ്ഞു പോയതേ ഉള്ളൂ, എല്ലാ ശിവരാത്രി കാലത്തും മലയാളികൾ പണ്ട് ദൂരദർശൻ ഉണ്ടായിരുന്ന കാലത്ത് ഉറക്കമഴിയുന്ന ഭക്തർക്കായി കുമാരസംഭവം എന്ന ചിത്രം വീണ്ടും ടെലികാസ്റ്റ് ചെയ്യുമായിരുന്നു. പഴയ കാലത്തെ തിയേറ്ററുകളിലും നാട്ടിൻപുറത്തെ തിയേറ്ററുകളിലും കുമാരസംഭവം വീണ്ടും വീണ്ടും എത്തുമായിരുന്നു. കുമാരസംഭവത്തിൻ്റെ തിരക്കഥയുടെ കഥ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. അടുത്ത ലക്കം കാണുന്നതുവരെ നമസ്കാരം.